Hi friends. Hi friends, another video from Ishel Iza. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. കൈക്ക് ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ച് കുറച്ച് സമയം വെക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും കുറച്ച് കോൺഫ്ലവറും ലൈം, നിങ്ങൾക്ക് ലൈം ഇടുമെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ ഇടുന്നില്ല. ഇനി കുറച്ച് വെള്ളവും ഇടാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ ചെയ്ത് വെച്ചിന്. ഇനി നമുക്ക് വേറെ പാത്രത്തിൽ ഉള്ളി മുറിച്ചത് ഇടാം. ഉള്ളി നമുക്ക് ഫുള്ള് വേണ്ട, ഒരു കാൽ സൈസ് മതി. നിങ്ങൾ ചിക്കൻ്റെ അളവിൽ ഉള്ളി എടുക്കാം, പക്ഷേ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഉള്ളി നല്ലപോലെ മുറിച്ചിട്ടുണ്ട്. ഈ ഉണ്ടാക്കേണ്ടത് ഇനി വേണ്ടത് ഒരു കെച്ചപ്പാണ്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ കെച്ചപ്പ് ആക്കാം, പക്ഷേ നമ്മുടെ അടുത്ത് കെച്ചപ്പ് ഇല്ലാണ്ട് നമ്മൾ ഹോം മെയ്ഡ് കെച്ചപ്പ് ആക്കുന്നതാണ്. ഹോം മെയ്ഡ് കെച്ചപ്പ് 2 തക്കാളി വേണം. അതിതാ ഇങ്ങനെ ഇതുമാതിരി ഇങ്ങനെ ഈ മേടിയ കഷ്ണം ആക്കിയിട്ട് മുറിച്ചിടണം. ഇനി ഈ തക്കാളി മിക്സിയിലേക്ക് ഇടണം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഒഴിക്കാം. ഒരു ഹാഫ് സ്പൂൺ മുളക് ഇടാം, ഒരു പിഞ്ച് ഉപ്പും കുറച്ച് പഞ്ചസാര. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. പഞ്ചസാര അലിയുമ്പോഴേക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ സോസ് ഈ ബൗളിലേക്ക് മാറ്റണം. ഇപ്പം ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിന്. ഇത് കുറച്ചേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ചിക്കന് ഓരോന്നായിട്ട് പാനിലേക്ക് നല്ല ഇടാം. അത് മക്കളെ എത്തിക്കാതെ കിട്ടി ഇതിൽ വെച്ചില്ല. ഇതാ ഇനി ചിക്കന് ഒന്ന് മറിച്ചിടാം. ഇതാ നമ്മൾ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് വേറെ പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ പാത്രത്തിലിട്ട് വെച്ചിന്. ചിക്കൻ കൊണ്ടാട്ടൻ്റെ മെയിൻ ഭാഗം കഴിഞ്ഞ്. ഇനി അടുത്ത് നമുക്ക് വേറെ പാൻ എടുക്കാം. വേറെ പാനല്ല, നമ്മളിപ്പോൾ ഉപയോഗിച്ച പാൻ തന്നെ എടുക്കാം. അതിൽ ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇതെല്ലാം.
ഇതിലേക്ക് ഉള്ളി ഇടാം. ഇതിൽ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴേക്ക് നമുക്ക് സോസ് ഇടാം. അപ്പോൾ ഇതിൽ ബ്രൗൺ ഷെയ്ഡ് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഇടാം. ഇതാ സോസ് അപ്പോഴത്തേക്ക് കൂളായിട്ട് വന്നതിന് ഇനി നമുക്ക് പാനിലേക്ക് ഇടാം. കുറച്ച് പഞ്ചസാരയും ഇടാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. അതിൻ്റെ മുമ്പ് ഒരു കാര്യമുണ്ട്, ചിക്കന് ഓവർ ഫ്രൈ ആവരുത്. ഇതിന് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നമ്മളെ ചിക്കൻ കൊണ്ടാട്ട് റെഡിയായി. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഇടാം. സെർവിങ് ബൗളിലേക്ക് മാറ്റുക. ഇതാ നമ്മളെ ചിക്കൻ കൊണ്ടാട്ട് റെഡി. ഇത് ഭയങ്കര ഈസിയും ഡെലീഷ്യസും ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ.